വന്നേ മേഡം നോക്കാം. അയ്യോ പിടിച്ചേ, ഇങ്ങ് വന്നേ, പിടിച്ചേ, പിടിക്കേ, പൊക്ക്. മഹിമേ, മഹിമേ, മോളെ കണ്ണു തുറക്ക്. നിങ്ങളാരാ? മഹിമേ, എന്താ? ഞാൻ മഹിമയുടെ ഭർത്താവാ. ഇവൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് ഇവളെ നല്ലൊരു ആശുപത്രി കൊണ്ടുപോകണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവളെ ഡോക്ടർ പരിശോധിച്ചതാ. ഇവക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ കൊടുത്ത ഇഞ്ചക്ഷൻ കാരണം ഇവളിങ്ങനെ മയങ്ങിക്കിടക്കുന്നേ. നാളെ രാവിലെ ആകുമ്പോഴേക്കും ബോധം തെളിഞ്ഞോളും. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചേ ഞാൻ ഇവളവിടെ കിടത്തണോ? നിങ്ങളുടെ മൂക്കിന് താഴെയല്ലേ ഒരാൾ ഇവളെ കൊല്ലാൻ നോക്കിയത്? ഇവൾക്ക് മര്യാദക്കുള്ള ചികിത്സ കൊടുക്കാതെ നിങ്ങൾ കൊല്ലില്ലാന്നെന്താ ഉറപ്പ്? ഒരുറപ്പുമില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്യ. അതെ, ഇത് നിന്റെ കോടതിയൊന്നുമല്ല. ഇവിടെ ജഡ്ജും വക്കീലും പോലീസും ഒക്കെ ഈ ഞാൻ തന്നെയാ. അതുകൊണ്ട് നീ കൂടുതൽ ഷോ കാണിച്ച വിവരം അറിയും. പിന്നെ നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഭാര്യയെ ആരോ കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രതികരിക്കുക. പക്ഷേ അതിന് നീ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കണ്ണിച്ചോരയില്ലാത്ത ഒരുപാട് കുറ്റവാളികൾ കഴിയുന്നൊരു സ്ഥലമായത്. ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് സാധാരണ. ഇങ്ങനെ ഓരോ തവണ ഇങ്ങോട്ട് വരുന്ന അന്തേവാസികളെ ആശുപത്രിയിലേക്ക് വിടാൻ തുടങ്ങിയ ഞങ്ങൾക്ക് പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇവക്കേ ഒരു കുഴപ്പമില്ല. ഇത്ര അപകടം പിടിച്ച കുറ്റവാളികളുടെ കൂടെയാണോ നിങ്ങൾ മഹിമയെ താമസിപ്പിച്ചിരിക്കുന്നത്? ഇവളെ നിങ്ങൾക്കൊന്ന് മാറ്റി താമസിപ്പിച്ചൂടെ? എന്നാ ഞാൻ ഇവക്കേ ഒരു AC മുറി ശരിയാക്കി കൊടുക്കാം. എന്താ? നിന്റെ ഭാര്യയെ ബാക്കിയുള്ളവരെ പോലെ ഒരു കുറ്റവാളി തന്നെയാ. ഇവക്ക് മാത്രം എന്തിനാ പ്രത്യേക പരിഗണന കൊടുക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഇവളെ ആരാ കൊല്ലാൻ ശ്രമിച്ചതെന്നെങ്കിലും മനസ്സിലായോ? ഇല്ല. നിങ്ങള് അത് അന്വേഷിക്കാൻ പോലും ശ്രമിച്ചില്ലേ? ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നുമല്ല. പിന്നെ ഇതിനെ മാത്രം കഷ്ടപ്പെടേണ്ട കാര്യവുമില്ല. നാളെ ഇവക്ക് ബോധം തെളിയുമല്ലോ. അപ്പം മഹിമ തന്നെ അതാരാണെന്ന് പറയും. താനേ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്. മാഡം, ഇവളെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ വീട്ടിൽ പോവാ? അതൊന്നും എനിക്കറിയണ്ട. തനിക്കിവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. മാഡം പ്ലീസ്. ഞാൻ 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് പുറത്തിടും.